Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്, സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് ആ ഒരു ആഗ്രഹം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രശ്നത്തിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്നതിന് പകരം അത് ചെയ്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എഴുതുകയാണ്, റൈറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സോ ഇങ്ങനെ റൈറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ വേണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസാണ്, ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടാണെങ്കിൽ ആ ഒരു പാച്ചപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു ലവ് ലൈഫാണ്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇല്ല, അത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ആ റിലേഷൻഷിപ്പ് തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ബ്രേക്കപ്പ് എന്നുള്ളൊരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സന്തോഷിച്ച അല്ലെങ്കിൽ എൻജോയ് ചെയ്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ മൊമെന്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ആ ഒരു ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നോ അങ്ങനെ പ്രസന്റിൽ നടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ഏറെ സ്നേഹിക്കണം അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ പ്രസന്റിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത്. എനിവേസ് നിങ്ങളുടെ പ്രസന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്വൈറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഓക്കെ. കാരണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഓരോ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹിക്കുന്ന ലൈഫ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ലൈഫ് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സന്ദർഭത്തിലാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാക്സിമം ചെയ്ത് നമ്മുടെ ആ ഒരു തോട്ടും നമ്മുടെ ആ ഒരു പ്രസന്റ് ലൈഫിനോട്ട് അലൈൻ ചെയ്തുകൊണ്ട് നമുക്കത് പതുക്കെ പതുക്കെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണോ തിരികെ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് പോസിറ്റീവായ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എഴുതുക. അത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, ആ വ്യക്തിയോട് നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് ഓൾറെഡി ഉള്ളത് എന്നുണ്ടെങ്കിൽ, എന്നാൽ സ്റ്റിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അവിടെ നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ആക്ഷനും തമ്മിൽ ഒട്ടും ഒരു സ്ഥിരതയില്ല അല്ലെങ്കിൽ ഒട്ടും അലൈൻഡ് അല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഇമോഷൻ ഒരു നെഗറ്റീവ് ഇമോഷനും നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാച്ചിങ് ആയി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാക്സിമം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്.
കാരണം ആ റിലേഷൻഷിപ്പ് നമുക്ക് തന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക, അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാ. ഇൻ കേസ് അവരോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ മൈൻഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യുക, അതെല്ലാം ഒഴിവാക്കുക. അതായത് റിവെഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഒരു പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ അവരോട് ദേഷ്യം, വെറുപ്പ്, പക, അങ്ങനെയുള്ള എന്തെങ്കിലും ഇമോഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. നിങ്ങൾ ആ വ്യക്തിയെ ആക്ച്വലി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അവരോട് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളോടും ഫോർഗീവ് ചെയ്യുക, എന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. എന്നിട്ട് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. സോ പല ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന പല ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു, അത് പാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു ഡ്രീം മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്